RSSന്റെ ചിഹ്നങ്ങളെ RSSകാർ ബഹുമാനിക്കും. ബഹുമാനിച്ചോട്ടെ, ബഹുമാനിക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. രാജ്ഭവനെ RSS ശാഖാ നിലവാരത്തിൽ എത്തിക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനുള്ള മറുപടിയായാണ് ഗവർണർ ഇന്ന് ഭാരതാംബ ചിത്രം ഒരുക്കിയത്. രാജ്ഭവന് RSS ശാഖാ നിലവാരം തന്നെയാണെന്ന് ഗവർണർ ഇന്നത്തെ പരിപാടിയിലൂടെ പറയുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കേണ്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യപുരസ്കാര ചടങ്ങ് രാജ്ഭവനിൽ രാവിലെ 11 മണിക്കായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ അതേ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഗവർണറുടെ മറുപടി. സർക്കാർ പരിപാടിയിൽ ഭാരതാംബ ചിത്രം ഉള്ളതറിഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ പോയി ബഹിഷ്കരിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിലായിരുന്നു. ഗവർണർ പുഷ്പാർച്ചന നടത്തിയതിനു പിന്നാലെ മന്ത്രി രാജ്ഭവനിലെത്തി. ഗവർണർ മന്ത്രിക്ക് ഹസ്തദാനം നൽകി സ്വീകരിച്ചു. പിന്നാലെ എഴുതി തയ്യാറാക്കിയ പ്രതിഷേധക്കുറിപ്പ് ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ മുന്നിൽ വായിച്ച ശേഷം മന്ത്രി ഇറങ്ങിപ്പോയി. രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെ ഒരു ആസ്ഥാനമാക്കാൻ വേണ്ടി കഴിയില്ല. അത് RSSന്റെ ഒരു കേന്ദ്രമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗവർണർ. ഏറ്റുമുട്ടലിൻ്റെ ആണല്ലോ ഇതിപ്പം കാണിച്ചിരിക്കുന്നത്. ഗവർണറുടെ ഉത്തരവാദിത്തം RSSന്റെ ചിഹ്നം കൊണ്ടുവച്ച് പിന്നെ രാജ്ഭവനിൽ വെച്ച് പൂജിക്കുക എന്നുള്ളതല്ലോ. അത് അദ്ദേഹം RSSന്റെ ഓഫീസിൽ കൊണ്ടുവച്ച് പൂജിക്കും. എത്ര അഹങ്കാരവും ധിക്കാരവുമാണ് ഗവർണർ കാണിച്ചിരിക്കുന്നത്. മന്ത്രി പ്രതിഷേധിച്ച സമയം രാജ്ഭവൻ വേദിയിൽ ഗവർണർ ഒന്നും മിണ്ടിയില്ല. ഗവർണറെ ആട്ടുകളിൽ കാറ്റ് പിടിച്ചോലെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പ്രസംഗത്തിൽ വി ശിവൻകുട്ടിയുടെ പേര് പറയാതെ ഭാരതാംബയെ ഇല്ലാതാക്കുന്ന ഒരു ചോദ്യവും അംഗീകരിക്കില്ലെന്ന് ഗവർണർ നയം വ്യക്തമാക്കി. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് രാജ്ഭവൻ വാർത്താക്കുറിപ്പും ഇറക്കി. മന്ത്രിയുടേത് പ്രോട്ടോകോൾ ലംഘനവും ദുഷ്പെരുമാറ്റവുമാണ്. ഭാരതാംബയെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെന്ന് പറയുന്നത് നാണക്കേട്. വിദ്യാർത്ഥികൾക്ക് തെറ്റായ മാതൃകയാണ് ഈ മന്ത്രിയെന്നും രാജ്ഭവൻ ഗവർണറുടെ കടുത്ത പ്രതിഷേധം പ്രകടിപ്പിച്ചു. എന്നാൽ രാജ്ഭവന്റെ വിമർശനത്തോട് പ്രതികരിച്ച മന്ത്രി വി ശിവൻകുട്ടി തന്റെ ബഹിഷ്കരണത്തെ ന്യായീകരിച്ചു. ഒരു പടി കൂടി കടന്ന് ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചു. ഒരു വനിത കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഒരു ചില്ലിട്ട ഫോട്ടോ ആക്കി വെച്ചിട്ട് പൂവെല്ലായിട്ട് തൊഴുതിട്ട് നിൽക്കുന്നത് അദ്ദേഹമാണ് ഭരണഘടന ലംഘിച്ചിരിക്കുന്നത്. അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് RSSന്റെ ശാഖ ഉണ്ട്. അദ്ദേഹത്തിന് അറിഞ്ഞുറങ്ങി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ ശാഖയെ കൊണ്ട് ഇത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. CPM RSS ചങ്ങാത്തത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കേട്ട് നിലമ്പൂർ പോളിംഗ് ബൂത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് രാജ്ഭവനിൽ വീണ്ടും ഭാരതാംബ വിവാദം ഉയർന്നത്. സർക്കാർ ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചു. CPM ആണ് RSSന്റെ ഏറ്റവും വലിയ എതിരാളിയെന്ന ഈ ചടങ്ങിലൂടെ സർക്കാർ വിളിച്ചു പറഞ്ഞു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായിട്ട് പല സ്ഥലത്തും ചേർന്നിട്ടുണ്ടായിരുന്നു. നിലമ്പൂർ വോട്ടെടുപ്പ് ദിവസം ഈ വിവാദ വെളിപ്പെടുത്തൽ തിരിച്ചടിയായിരിക്കെ ക്ഷീണം മറികടക്കാനുള്ള ഓപ്പറേഷൻ കൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണമെന്ന് വിലയിരുത്തേണ്ടി വരും. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലാണ് വിളക്കൊളുത്തുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. പക്ഷേ ഭാരതാംബ ചിത്രമുള്ളത് അറിഞ്ഞാണ് മന്ത്രി രാജ്ഭവനിലെത്തിയതെന്ന് ബഹിഷ്കരണത്തിന് മുൻപുള്ള പ്രസംഗം വ്യക്തമാക്കുന്നു. ഞാൻ പിന്നെ പറഞ്ഞത് ഇന്ത്യ എന്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെ എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗവുമായി എത്തി പ്രതിഷേധിച്ച മന്ത്രിയുടെ നടപടിയെ രാജ്ഭവൻ ഷോ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയത് സർക്കാരിന്റെ ഭരണ നടപടികളിലാണെങ്കിൽ രാജേന്ദ്ര അർലേക്കർ ഭാരതാംബ വിഷയമുയർത്തി RSS ആശയ പ്രചരണത്തിനായി CPMുമായി പോരടിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.